പുട്ടുപൊടിയെങ്കിൽ പുട്ടുപൊടി. വയറേ ഒന്ന് അടങ്ങ്. പുട്ടും മീൻകറി തരാം. വെയിറ്റ് ചെയ്യ്. ഇങ്ങനെ വെപ്രാളുണ്ട്. ചേച്ചി. ആ അതായത് ആരാ? ചേട്ടാ ചേച്ചി ഇല്ലേ? ഇല്ല. ചിട്ടി പൈസ കൊടുക്കാൻ വന്നേക്കണം. ചേച്ചിയുടെ കയ്യില് ഇതൊന്ന് കൊടുത്തേക്കാണ് ചേച്ചി. ഓക്കെ. മൊബൈലും ശരിയാക്കി ഒരു 10 പൊറോട്ട 2 ചാർക്കോൾ ബീഫ് ഫ്രൈ. മാതാവേ, ഒരു ഗതിയില്ലായിരുന്നപ്പോൾ കൊണ്ടുവരുന്ന ഓരോ കോളേ. ശ്രീദേവി. ഓ കിട്ടിയാ? കിട്ടിയില്ല. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. പറ. ഒരാളുടെ പൈസയിലേ കിട്ടാനുള്ളൂ, രമണിയുടെ. ബാക്കി പൈസ എൻ്റെ ഇരിപ്പുണ്ട്, അത് തരട്ടെ. പറ്റൂല. എനിക്ക് എല്ലാം ഒത്ത് കണക്ക് തീക്കാം. എല്ലാ പൈസയും മൊത്തം എനിക്കിന്ന് എണ്ണി കിട്ടാതെ ഞാൻ ഈ ശ്രീദേവി ഇന്ന് ഇവിടെ ഒന്ന് പോണ പരിപാടിയേ ഇല്ല. പൈസയും കൊണ്ടേ പോവുള്ളൂ. എടുത്തു എവിടെന്നെങ്കിലും വിളിച്ചു പൈസ എടുത്തോണ്ടോ? പിന്നെ അവക്കൊക്കെ പൈസയും കൊടുത്തിട്ട് ഞങ്ങള് ഓടി 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 നടക്കണം ഇവിടെ. ഇതൊരു പരിപാടി വെച്ച് നടത്തുകയാണ് ഇവിടെ. എത്ര നടന്നു. എന്റെ സംശയം ഈ റൊണാൾഡിന്റെ കയ്യിലെങ്ങാനും കൊടുത്തിട്ടുണ്ടാവോ? ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റൊണാൾഡ് അത്രയും വലിയ കള്ളത്തരം കാണിക്കുവോ? അല്ലേ നമ്മളോട് പറയത്തില്ലേ? ചേച്ചി, ഞാൻ കഞ്ചാവാണെന്ന് ചേച്ചിനോട് ആരോ പറഞ്ഞേ? എല്ലാവരും പറയുന്നുണ്ടല്ലോ. ക്യാഷ് ആരുടെ കയ്യിൽ കൊടുത്താന്ന് ചേച്ചിക്ക് അറിയാൻ പാടില്ലേ? ഞാനല്ല വന്ന്, ഇവനാണ് ക്യാഷ് കൊണ്ടുവന്നത്. അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ്റെ കൊടുത്തായിരുന്നല്ലോ. അപ്പുറത്തെ വീട്ടിൽ ഏത് ചേട്ടൻ്റെ? അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടനേ ഉള്ളൂ. ആ ചേട്ടൻ്റെ കൊടുത്തിട്ടില്ല. ക്യാഷ് ഇവൻ കൊണ്ടുവന്ന് ഇവിടെ ഒരാൾ മേടിച്ചെന്നാണ് ഇവൻ പറഞ്ഞത്. വീട്ടിൽ ചെന്നപ്പോൾ അവർ അമ്മയൊക്കെ പറയാണ് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയില്ലോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണ്ടേ? അതാണ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഇവൻ പറഞ്ഞത് ഇവിടെ കൊടുത്തെന്നാ പറഞ്ഞത്. ഇതാണോ നോക്കിയാടോ? ഇതെല്ലാവരും മണ്ണോളം ചേട്ടൻ്റെ എല്ലാം കൊടുത്തത്. ചേച്ചി, പോലീസുകാരൻ്റെ വീടാണെന്ന് കരുതി വായി തോന്നണോ പറയുന്നത് ശരിയല്ല കേട്ടോ. അതെ, ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ കരുതി നിങ്ങൾ അവനൊന്നുമില്ല പറയുന്ന ഉള്ള കാര്യമില്ല. ചോദിക്കാവുന്നതല്ലേ? കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ചേട്ടനല്ലാതെ ഇവിടെ വേറെ ചേട്ടനും ഇല്ല. ക്യാഷ് കൊടുത്തിട്ടില്ലേ? ഞാനാണ് കൊടുത്തിട്ട് പോയി ക്യാഷ്. ചേച്ചി, എടാ നിനക്ക് ആളറിയാലോ? കണ്ടറിയാം. ആളെ നമ്മൾ എടുത്തോളാം. കിട്ടിക്കാൻ നമ്മൾ കൂടെ കൊടുത്തോളാം. നിങ്ങളുടെ ക്യാഷ് നാളെ ഇവിടെ എത്തിക്കാം, പക്ഷേ ആളിനെ നമ്മൾ എടുത്തോളാം. കാണാം. ചേട്ടോ, ഇവനറിയാമോ? കൊള്ളാം, ഇവനെ അറിയാവുന്നോ? വിശന്ന് അട്ടം തിരിഞ്ഞിരിക്കുമ്പോഴല്ലേ ഇവൻ രാവിലെ പൈസ കൊണ്ടു അറിയാ. താങ്ക്സ്. ആ ചേട്ടാ, ഒരു കാര്യം പറയാനുണ്ട്. അങ്ങോട്ട് മാറിന്ന് അടിക്കാനല്ലേ? ആ, അടിക്കാനാ. മാറിയുണ്ടോ? അയ്യോ പോയാലോ? സത്യമാണോ റൊണാൾഡോ? എന്നിട്ട് എന്തേ പറയാതിരുന്നത്? ഇപ്പൊ ഈ പിള്ളേരെ നമ്മൾ സംശയിക്കില്ലായിരുന്നോ? അതെ, മൊബൈലിനൊരു ചെറിയ ലൂസ് മോഷൻ, ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല. പൈസ ഇട്ട് മൊബൈലൊന്നും ശരിയാക്കാൻ. എവിടെ പോയിരിക്കുന്നു? അല്ല, കയ്യിരുന്ന പൈസ മറിഞ്ഞപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ പോയി. പൈസ എന്തെങ്കിലുണ്ടോ? ചേച്ചി, ഞങ്ങളുടെ ഭാഗത്ത് ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് മാത്രം ചേച്ചി കഞ്ചാവാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും പറയുന്നില്ല. ഇച്ചിരി താടിയും മുടിയും വളർത്തി വരുന്ന കഞ്ചാവല്ലേ ചേച്ചി? അത് ഓർത്തില്ല പറയാം. സോറി. കുറച്ചും കൂടെ അങ്ങ് ദൂരെ നിന്നാണ് അവരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലേ നല്ലത് കിട്ടിയാനെ. ഉള്ള ഗ്യാപ്പ് വെച്ച് ഇഷ്ടം പോലെ കിട്ടി. തങ്കഞ്ചേട്ടത്തി, അമ്മയുടെ പിന്നെ തൈലം ഇല്ല, ഉണ്ടെങ്കിലും തരൂല. ഇവിടെയും ഇല്ല, നോക്കണ്ട. നിന്റെ ചിട്ടിയുടെ ഒരു ഗഡു എടുത്ത് മറിച്ചപ്പോൾ ഇമാതിരി കിടുവാ ഇടി അമ്മാരി ഇടിച്ചത്. അയ്യോ, എൻ്റെ കഴിച്ച പൊറോട്ടയും ബീഫെല്ലാം വേസ്റ്റായി.